ഹലോ ഓൾ. ഒരു വീക്കെൻഡ് ടൈമിൽ എല്ലാവരും വീട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചു ഒരു ചെറിയ ട്രിപ്പ് പോയാലോ. അങ്ങനെ ഒത്തിരി ദൂരത്തേക്കൊന്നുമല്ല, അത്യാവശ്യം അടുത്തുള്ളൊരു ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഞങ്ങൾ പോയ സ്ഥലം പൊന്മുടി. പൊന്മുടിയിലേക്ക് ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു 3.5 hours ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് മീൻമുട്ടി വാട്ടർഫോൾസ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടേക്ക് കൂടെ ഒന്ന് കയറിയായിരുന്നു. അവിടേക്ക് പോകുന്ന ഒരു ഓഫ് റോഡ് സൈറ്റാണിത്. നമ്മൾ വാട്ടർഫോൾസ് എത്താൻ വേണ്ടി ഒരു 1 kilometer ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. കയറുന്ന വഴി നല്ലൊരു മല പോലത്തെ ഏരിയ ആയിരുന്നു. ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ടാണ് കയറി പോയത്. പോകുന്ന വഴി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി മരങ്ങളും ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്കവിടെ. അതുകൊണ്ട് ഒപ്പം തന്നെ റെയിനി സീസൺ ആയിരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ ചാറുന്നുണ്ടായിരുന്നു. നമ്മളൊരു അത്യാവശ്യം നടന്നെത്തിയപ്പോൾ വാട്ടർഫോൾ എന്നൊരു ചെറിയ സൈൻ ബോർഡ് നമ്മൾ കണ്ടു. അതിനു മുമ്പ് ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു. അവിടെ നല്ല തണുത്ത വെള്ളമായിരുന്നു. നമ്മൾ അവിടെ ജസ്റ്റ് കാലൊക്കെ ഒന്ന് നനച്ച് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മളൊരു സ്റ്റേവേ ഒക്കെ കയറി മുകളിലെത്തിയപ്പോൾ നമുക്ക് വാട്ടർഫോൾ കാണാൻ പറ്റി. ഞാൻ പറഞ്ഞതുപോലെ റെയിനി സീസൺ ആയിരുന്നുകൊണ്ട് നമുക്ക് വാട്ടർഫോളിന് അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. നമ്മൾ ആ സ്റ്റേവേയിൽ നിന്ന് വാട്ടർഫോൾസ് കണ്ടു. തിരിച്ചു പോകുന്ന വഴിക്കൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അവിടെ അരുവിയിൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി വെള്ളത്തിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ പൊന്മുടിയിലേക്കുള്ള ട്രിപ്പ് തുടങ്ങി. പൊന്മുടിയിലേക്ക് നമുക്ക് എൻട്രി ടൈം ക്ലോസ് ചെയ്യുന്നത് 4 PM ആണ്. അപ്പം നമ്മൾ 4 മണിക്ക് മുമ്പ് തന്നെ അവരുടെ ചെക്ക് പോയിന്റ് ക്രോസ് ചെയ്തിരിക്കണം. 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വെച്ച് നമ്മൾ ടിക്കറ്റ്സ് എടുക്കണം. എന്നിട്ട് നമ്മളത് സെക്കൻഡ് ചെക്ക് പോസ്റ്റ് കാണിക്കുമ്പോഴാണ് നമ്മളെ കയറ്റിവിടുന്നത്. പൊന്മുടി ഹിൽ ടോപ്പ് എത്തുന്നവരെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 22 hairpins ഉണ്ട്. നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒത്തിരി മരങ്ങളും നല്ലൊരു ഗ്രീനറി ആയിരുന്നു. നമ്മൾ അത്യാവശ്യം മുകളിലേക്ക് എത്തിയപ്പോൾ നമുക്ക് നല്ല മഞ്ഞ് മൂടിയ മലകളും മരങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഹിൽ ടോപ്പിലേക്ക് പോയി. നമ്മൾ ഓൺ ദ വേ നല്ല കോടമഞ്ഞൊക്കെ കാണാമായിരുന്നു. നല്ല മിസ്റ്റി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഹിൽ ടോപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ളൊരു ഹില്ലായിരുന്നു. നമ്മൾ അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെ മുകളിലെത്തിയത്. നല്ല ബ്യൂട്ടിഫുൾ സീനറി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് ലൈറ്റ് മ്യൂസിക് ഒക്കെ വെച്ച് അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തു. നമ്മൾ വൺ സൈഡ് ഓഫ് ഹില്ലിലാണുള്ളത്. കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നു. ഒരു 5:30 ടൈമൊക്കെ ആയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് നമ്മളോട് തിരിച്ച് ട്രെക്ക് ചെയ്ത് തുടങ്ങാൻ പറയും. അപ്പോഴാണ് അവരുടെ ക്ലോസിംഗ് ടൈം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സീനറീസും മഞ്ഞും കാറ്റും ഒക്കെ കൊണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റൈഡ് തുടങ്ങി. ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നെക്സ്റ്റ് ടൈം.